കണ്ടീഷൻസ് ഒന്നും വയലേറ്റ് ചെയ്ത് കളത്തിലൊന്നും കാണിക്കാൻ പാടില്ല. കളത്തിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 അടി കൂടുതലുണ്ടായിരിക്കും കേട്ടോ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഏതായാലും ആദ്യത്തെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ വെൽക്കം ചെയ്യണം. കാരണം അവരാണ് നമ്മുടെ പവർ. സോ ലെറ്റ്സ് വെൽക്കം ദി ഓഡിയൻസ്. കൂട്ടത്തില് ഇത്രയും മാൻപട്ടാളത്തിന്റെ കൂടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് എത്രത്തോളം നമ്മുടെ ഷോനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചി വെൽക്കം ടു ദി ഷോ. ചേച്ചിയുടെ പേരെന്താ? എന്താ? മൈക്ക് പറയും. മൈക്ക് ഒന്ന് കൊടുക്കോ ചേച്ചി. മൈക്ക് അത് മൈക്ക് വേണം. എല്ലാരും കേൾക്കട്ടെ. ചേച്ചിയുടെ പേരെന്താ? അത് വാങ്ങൂ, അതിന് സംസാരിക്കൂ, കുഴപ്പമില്ല. വനജ. ചേച്ചി മൈക്ക് തിരിച്ച് ഇങ്ങനെ വനജ. എവിടുന്നാ വരണേ? അയ്യോ എന്നോടൊന്ന് ചോദിക്കല്ലേ. ചേച്ചിയുടെ ക്യാമറയിൽ കണ്ടോണ്ടിരിക്കുക ടിവിയില്. ചേച്ചി എവിടുന്നാ വരണേ? അയ്യോ ക്യാമറ കാണിക്കല്ലേ, അതൊന്ന് മാറ്റി വെക്കാൻ എനിക്ക് നാളെ. ചേച്ചി എവിടുന്നാ വരണേ? എന്തുവാ എവിടുന്നാ വരണേ? വീട് എവിടെയാ? ശൂർനാട്. ശൂർനാടോ? ശൂർനാട് കൊല്ലം ജില്ല ശൂർനാട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം ആൺകുട്ടികൾ വന്നിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഇത്തവണ എന്തായാലും ഞാൻ സ്റ്റാർ മാജിക് കാണാൻ പോവും. എല്ലാരും നേരിട്ട് കാണാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് ഈ ഷോന് ഇത്ര ഇഷ്ടം? അതെ, എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നോബി ചേട്ടനെയാണ്. ഞാനാ ഇവിടുത്തെ ഓൾ ഇന്ത്യ നോബി ഫാൻസ് അസോസിയേഷന്റെ അഡ്മിൻ. ഓൾ ഇന്ത്യ ഞാനാണ് നോബി ചേട്ടന്റെ വാട്സാപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും എല്ലാം നോക്കുന്നത്. നോബി ചേട്ടന്റെ ഓൾ ഇന്ത്യ ഫാൻസ് അസോസിയേഷന്റെ അഡ്മിനാണ് വന്നിട്ടുള്ളത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്. അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ചേച്ചി ആദ്യമായിട്ടാണോ നോബി ചേട്ടനെ കാണണേ, നേരിട്ട് കാണണേ? ഞാൻ നോബി ചേട്ടനെ ആദ്യമായിട്ടാ കാണുന്നത്. പിന്നെ എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. നോബി ചേട്ടന് കെ ഭയങ്കര കുറവാ. എല്ലാരും കൂടെ ഒത്തു പിടിച്ച് കെ ഒന്ന് കൂട്ടണം. ഇയും ഡി ഒക്കെ കേട്ടിട്ടുണ്ട്. കെ വൈറ്റമിൻ ഫേസ്ബുക്കിന്റെ കെ ഒന്ന് കൂട്ടണം. അയ്യോ അങ്ങനല്ല, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഫോളോവറാണ്. അല്ലെങ്കിൽ നോബി ചേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ ഇത്രയും ആൾക്കാരെ കൂടണം എന്ന് ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ടാണോ നോബി ചേട്ടനെ കാണുന്നേ? ആദ്യമായിട്ടാ കാണുന്നേ. എനിക്ക് നോബി ചേട്ടനെ കാണുമ്പോ നാണം വരും. പക്ഷേ ഉണ്ടല്ലോ, പക്ഷെ ചില്ലു ഇടയ്ക്കിടയ്ക്ക് നോബി ചേട്ടനെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അങ്ങനല്ല, ചേച്ചിയാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ചേച്ചി വനജ. ഞാൻ ചേച്ചിനെ വിളിക്കൂ. ചേച്ചിയാണ് അഡ്മിൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വോയിസ് മെസ്സേജ് അയക്കും. ഇങ്ങനെ നമ്മുടെ ഒരു ഗുഡ് മോർണിംഗ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുവോ, ബർത്ത്ഡേ വിഷ് പറയുന്നൊക്കെ ചോദിച്ചു എന്നെ വിളിക്കുമ്പോ. അയ്യോ ഈ പൊണ്ണത്തടിയും വലിയ വയറും ഒക്കെ ഉണ്ടെന്നേ ഉള്ളു കേട്ടോ. പിള്ളേരുടെ മനസ്സോ. സത്യം പറഞ്ഞ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്ന എന്തുവാന്നറിയാമോ? എന്താ? കൊച്ചു കള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിക്കും ഇനി മുതൽ നേരെ വിളിക്കേണ്ടി വരുന്ന കേക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ കേക്കട്ടെ ചേച്ചി. പക്ഷെ എനിക്കുണ്ടല്ലോ ചിന്നു, എനിക്ക് നോബി ചേട്ടന്റെ മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ തന്നെ വന്നല്ലോ. അതായത് ഇപ്പം ഫാൻസ് ഗ്രൂപ്പിന്റെ അഡ്മിനൊക്കെ ചേച്ചിയാണെന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതും ഷൂർനാട്ടിൽ നിന്ന് ചേച്ചി വന്നല്ലോ ഇത്രയധികം ആൾക്കാരുടെ കൂടെ. ചേച്ചിക്കായിട്ടൊരു വലിയ കടി കൊടുക്കാം. എങ്ങനെയുണ്ട്? ടിവിയിൽ കാണുന്ന പോലെ തന്നെയാണോ നേരിട്ട് കാണാൻ? ആദ്യമായിട്ടല്ലേ കാണണേ? പക്ഷെ ടി വി കാണുമ്പോ ഭയങ്കര തടിയാണല്ലോ. ഇപ്പൊ വന്നപ്പോ ഉണങ്ങിയിരിക്കുന്നു. അത്ര ഉണങ്ങിയിട്ടൊന്നുമല്ല, ആവശ്യത്തിന് തടിയുണ്ട്. ഇതൊക്കെ ഒരു തടിയാണോ? ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. ആരാധന. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയട്ടെ ചിന്നു, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരും ഒന്നും വിചാരിക്കല്ലേ, ഞാൻ നോബി ചേട്ടനെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. മരണം വാതിൽക്കലുമായി വന്നു നിൽക്കുന്നു
ചിറകടിച്ചെങ്കൂടു തകരും നേരം ദാഹജലം തരുമോ ദാഹജലം തരുമോ നീ ചിറകടിച്ചെങ്കൂട് തകരും നേരം ദാഹജലം തരുമോ നീ ദാഹജലം. അല്ല ചേട്ടാ, ഇവിടെ ദാഹജലവും വെള്ളമൊന്നും ഇല്ല. ഒന്ന് പോവോ, ഷൂട്ട് നടന്നോണ്ടിരിക്കുക. TV പ്രോഗ്രാം, ഫ്ലവേഴ്സിലെ പ്രോഗ്രാം നടന്നോണ്ടിരിക്കുക. ഒന്ന് പോവോ, പുറത്തിറങ്ങോ. സെക്യൂരിറ്റീസ് എന്തെങ്കിലും കടത്തി വിടണേ. ഹലോ, ഞാൻ വന്ന വേറെ വിഷയമൊന്നുമല്ല. ദാഹജലം ഞാൻ ഈ പാട്ട് പാടിന് വേറെ അർത്ഥമുണ്ട്. എന്താ? എന്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഞാൻ ദാഹിച്ചാൽ എനിക്ക് തരാൻ അവിടെ ആളില്ല. നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണം പറയും? അല്ല ചേട്ടാ, ചേട്ടന്റെ വീട്ടുകാർ എവിടെ പോയി? എന്റെ വീട്ടുകാർ എവിടെ പോയിരുന്നു? എവിടെ പോയി? ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാർ എവിടെ പോയി ഞാൻ പറയാം. പല്ല് കടിക്കും. രാവിലെ എന്നോട് പറഞ്ഞു ആധാറും തിരിച്ചറിയൽ കാർഡും എല്ലാം കൂടെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പോവെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെണ്ണുമ്പോൾ ഇറങ്ങിയത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നോബിയായിട്ട് ലിങ്ക് ചെയ്യാൻ. ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുക. അവക്ക് നോബിന്ന് പറഞ്ഞാൽ അവള് മരിക്കുന്നു. കൊച്ചുപിള്ളയുടെ സ്വഭാവം വന്നി ഈ തടിമാടൻ ഞങ്ങൾ ശൂനാട് പള്ളിച്ചെന്ന് ഞങ്ങളുടെ താമസം മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് ഇവള് ലിങ്ക് ചെയ്യാൻ വന്നത്. ഇവിടെ എറണാകുളത്ത് മണ്ണീനാടിനോട് നീ ലിങ്ക് ചെയ്യുന്നേ ഈ തടി. ചേട്ടാ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. ചേച്ചി ഒന്ന് വരൂ. എന്താ ഇത്? ചേട്ടാ ഒരു മിനിറ്റ്. ഞാൻ എന്റെ പെണ്ണുമ്പോൾ നിനക്കെന്താടി ചോദിച്ചോട്ടെ പൊന്നെ, നീ ചുരിദാറിന് പാഞ്ഞിടാൻ മറന്നാണോ അതോ? ചേട്ടാ ഇത് പുതിയ ഫാഷനാ. ഇത് ഫാഷനാ. 2020 ഫാഷനാണ് പാഞ്ഞില്ലാതിരിക്കുന്നത്. നീ 2021 കഴിയുമ്പം അല്ല ഞാൻ ചോദിച്ചോട്ടെ പുതിയ ഫാഷനാണ്. എടാ പണ്ടൊക്കെ നമ്മുടെ പൊമ്പിളിൽ ഇച്ചിരി കീറി കഴിഞ്ഞാൽ ഇടത്തില്ല. ശരിയാണോ? ഇതിപ്പോ കണ്ടോ കീറ്റി ഇട്ടോണ്ട് നടക്കുക. മനസ്സിലായി? ഇതാണ് 2020. 21 വരല്ലേ വരല്ലേ വരല്ലേ. അതെ, വനജയുടെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ല ചേച്ചി, ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? എന്തിനിങ്ങനെ പുള്ളി കിടന്ന് ഓളിയിടുന്നേ? സംസാരിക്കുന്ന നിങ്ങളുടെ ഓളി ചേട്ടാ, കാര്യങ്ങള് പതുക്കെ പതുക്കെ പതുക്കെ. എന്താ പ്രശ്നം? എനിക്ക് നോബി ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. അതെന്റെ ഈ ശിവാസണ്ണന് ഇഷ്ടമല്ല. 24 മണിക്കൂർ നോവി 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 എന്നുള്ള എവിടെ ഓരോ അല്ല ഞങ്ങൾ നിങ്ങൾ ചിരിക്കാൻ പറയുന്നത് പറയുമ്പോൾ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നോവി 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 എന്ന് പറയാം. എവിടെ ഓരോ നോവി പറയുമ്പോഴും എന്റെ നെഞ്ചാണ് നോവുന്നത്. അറിയോ? എന്തും വേണ്ടി നോവുന്നുണ്ടോ എന്റെ നെഞ്ച്? അല്ല ചേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്ത് ഞാൻ അധ്വാനിച്ച് കൊണ്ടുപോകുക. 450 രൂപ എനിക്ക് ശമ്പളം കിട്ടുകൂടാവേ. സത്യം 450 രൂപയുടെ ജോലി ചെയ്യുന്നവൻ ഞാൻ. ഈ 450 രൂപയുടെ ജോലി ചെയ്ത് ഞാൻ ഇവക്ക് കൊടുക്കുമ്പോൾ ഇവള് ചോറിന് എല്ലിൻ്റെ ഇടയിൽ ചോറ് കയറുമ്പോൾ ഇവക്ക് നോവിയ വേണം. നമ്മളെ വേണ്ട ചേട്ടാ, അതിന് വേറൊരു അർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ സംസാരിച്ചിട്ട് ഞാനേ ഇവിടെ ഓരോന്ന് ഉപ്പില്ല മുളകില്ല അതില്ല കുറവാക്കും എല്ലാം വീട്ടിലെല്ലാം കുറവാ. അതെങ്ങനെയെങ്കിലും ശേഖരിക്കാൻ വേണ്ടി ഞാൻ കാണുന്നു കഷ്ടപ്പെടുന്നവേ. അവളിവിടെ നോവിക്ക് കേക്ക് കൂട്ടാൻ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഞാൻ തീർക്കുന്നില്ല. വീട്ടിൽ ഇവിടെ തന്നെ സംസാരിക്കും. ചേട്ടാ ഒരു മിനിറ്റ്. ഈ നോബി ചേട്ടനോടുള്ളത് അത് ഒരു ആരാധനയാണ്. സെലിബ്രിറ്റിയുടെ ഒരു ആരാധന തോന്നില്ല. അത്രേ ഉള്ളൂ. അതിന് വേറെ അർത്ഥം കൊടുക്കണം. ആരാധിച്ചോട്ടെ, അത് എനിക്ക് വിഷയമില്ല. പക്ഷെ ഞാൻ ആരാധിക്കുമ്പോ എന്തിനാണ് എവിടെ തടസ്സം നിൽക്കുന്നത്? ചേട്ടനെ ആരാധിക്കണ്ടോ? എനിക്ക് ആരാധന ഉണ്ട്. ഞങ്ങളിൽ ആരെയാണ് ചേട്ടനെ ആരാധിക്കണേ? ഈ കൂടുതൽ ആരുമില്ല. ഞങ്ങളുടെ വഴിക്കലല്ലേ അവളെ ഞാൻ ആരാധിക്കുന്നത്. സത്യം. എന്റെ ദൈവമേ ഒന്ന് കാണണം. ഇതിനെ എടുത്തണ്ടല്ലോ എങ്ങോട്ടെങ്കിലും കളയാൻ സത്യോ അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു. അവളെ ഞാൻ മനസ്സിരുത്തി ആരാധിക്കാൻ എവിടെ സമ്മതിക്കത്തില്ല. എന്നിട്ട് അവൾ നോവിയ അവനെ അവൾ ആരാധിക്കാൻ നടക്കുക. അല്ല ഞാൻ പോട്ടെ, ഞാൻ സംശയം ഞാൻ പറഞ്ഞോട്ടെ. ഇവൾ ആരാധിക്കുന്ന ആരാധിച്ചോട്ടെ, എനിക്ക് വിഷയമില്ല. ഈ കൂടുതൽ എത്ര പയ്യന്മാരിക്കുന്നു, ബൗസുള്ള എത്രയോ ആമ്പിള്ളാരിക്കുന്നു. എവരെ ആരെയും ഇല്ലാതെ ഈ മാംസത്തെ അവൾ എന്തോ ആരാധി എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. അല്ല യവനെ എവളെ ആരാധിക്കുന്ന പുറത്തിറങ്ങാൻ എന്റെ സ്റ്റാറ്റസ് ഉണ്ടാവും. എനിക്ക് പുറത്തൊരു നിലയും വില ഉണ്ടാവൂ. പുറത്തിറങ്ങി ആരോടെങ്കിലും പറയാൻ പറ്റുമോ യവനെ ആരാധിക്കുന്നത്? ഈ നട്ടു നിൽക്കുന്നു ഇറച്ചിയിൽ തീർത്തൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അവനെ ആരാധിച്ചൂടെ? ചേട്ടാ ഞാൻ എന്താ തെറ്റ് ചെയ്ത്? ചേട്ടാ നീ തെറ്റ് ചെയ്തില്ലയോ? നീ പാരാതിരിക്കുന്ന ഇവക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നു. എന്തിനാ ഗുഡ് മോർണിംഗ് അയക്കുന്നത്? ചേട്ടാ അങ്ങനല്ല.
നിങ്ങളെ കളിയാക്കി ചിരിക്കടാ, നിങ്ങൾ കളിയാക്കി ചിരിക്കടാ യോവനെ നിന്റെ കൂട്ടുകാരൻ. അല്ല അല്ല അല്ല. പിന്നെന്തോ പാതിരാത്രിക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോ ചിരിച്ചത്. അതാ പറഞ്ഞത്. അത്രയ്ക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ അവര്. എനിക്കറിയത്തില്ലടാ. 12 മണി കഴിഞ്ഞാണ് ഗുഡ് മോർണിംഗ്. 12 മണിക്ക് മുമ്പ് 11:45. എന്റെ പൊന്ന് ശിവാസണ്ണ, അത് കേക്ക് കൂട്ടാനാണ് പാരാത്രി ഗുഡ് മോർണിംഗ്. രാത്രിയാണ് നീ കേക്ക് കൂട്ടുന്നത്. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. നോബി ചേട്ടാ, സത്യമാണോ ഇങ്ങനെ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ടോ ഈ നമ്പറിലേക്ക്? ലക്ഷ്മി, നമ്മള് ഷൂട്ട് തീരുമ്പോ 3 മണി 4 മണിയാവും. അപ്പൊ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ 11-12 മണി എഴുന്നേക്ക്. അപ്പൊ ചേച്ചിക്ക് രാവിലെ എന്റെ ഗുഡ് മോർണിംഗ് കാണണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ രാത്രി തന്നെ ഒരു ഗുഡ് മോർണിംഗ് അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ 11:45 വീട്ടിലോട്ടങ്ങ് വാ. എന്നിട്ട് എന്നെ കൂടെ ഗുഡ് മോർണിംഗ് പറ. നെറ്റ് ചാർജ് ചേർത്ത് കൊടുത്ത് എനിക്ക് വയ്യ, അത്ര ലാഭം ഉണ്ടാവുമല്ലോ. അപ്പം നീ എന്നും വെളുപ്പിന് ഒരു 11:45 നീ വന്ന് അങ്ങ് ഗുഡ് മോർണിംഗ് പറ. പക്ഷേ നിന്നെയും എവിടെയും ഞാൻ എന്റെ അടുക്കളയിട്ട് പിടിക്കും, നിന്റെ കേയും. എന്റെ പൊന്ന് ചിന്നു, എന്റെ പൊന്ന് ചിന്നു, ഇത് നീ ഒന്ന് കേട്ടെ മോളെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു. അതെന്തുവായിരുന്നു അങ്ങേരോടൊന്ന് ചോദിച്ചു. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച? എന്റെ മോളെ, എനിക്ക് ഇവിടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് താഴെ നോക്കുമ്പോൾ ചിരി വരും. താനെന്തിനാ താഴെ നോക്കണേ? അല്ല ഞാൻ പറഞ്ഞോട്ടെ മോളെ, 450 രൂപ വർക്കും കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് 8 മണിയാണ് കഴിഞ്ഞ എനിക്ക് 8 മണിയാവും. എരിപരിയുന്ന വേലത്തിരുന്ന് ഞാൻ 8 മണി കഴിഞ്ഞിട്ട് ഞാൻ 450 രൂപ കൊണ്ട് വരും. ദിവസവും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എവിടെ അതിൽ നിന്ന് മിച്ചം പിടിച്ച് ഞാൻ മെനഞ്ഞാന്നൊന്ന് നോക്കിയപ്പോൾ കാണാം വീണ്ടും മുറ്റത്ത് ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നത്. ഇവൻ തൊഴുതോണ്ട് നിൽക്കുന്നു. ഞാൻ എന്ത് വേണം? ഞാൻ ഈ കഷ്ടപ്പെടുന്ന പൈസക്ക് വിളി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണം? എന്റെ ചേട്ടാ, ഒരു ഫാൻസ് അസോസിയേഷനിലുള്ള ഒരു അഡ്മിൻ ഒരു ഫ്ലെക്സ് ചെയ്താൽ എന്താ കുഴപ്പം? ആരാധകരുണ്ടല്ലേ? അത് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞേക്ക്, എന്റെ പെറ്റമ്മ ചത്ത് മലന്ന് കിടന്നപ്പോൾ ഞാൻ ആദരാഞ്ജലി എന്നും പറഞ്ഞൊരു നോട്ടീസ് അടിച്ച്, ചെറിയ നോട്ടീസ് എടുത്ത് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ തെങ്ങിന്റെ വശന്റെ തെങ്ങിൽ ഒട്ടിച്ചു വെച്ച് എവിടെഞ്ഞോടെ ഒന്ന് നോക്കിട്ട്, ഇത് അനാപത്തെ ചെലവല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നത്. ഇങ്ങനെ ദൂർത്തടിക്കുന്ന നിങ്ങൾ പൈസ എങ്ങനെ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ അമ്മ ഒരു നോട്ടം പോലും നോക്കാതെ എവിടെറങ്ങി എന്റെ വീട്ടിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ അവളാണ് ഇത്രയും വലിയ അത് ചേച്ചിയുടെ അധികം അല്ല ചിന്നു, മരിച്ചുപോയവര് പോയില്ലേ, പിന്നെ എന്തിനാ തെങ്ങിന്റെ മണ്ടയ്ക്ക് അവരുടെ ഫോട്ടോ എടുത്ത് ഒട്ടിച്ചു വെക്കുന്നത്? കാര്യമുണ്ടോ? വയസ്സായ തള്ളയുടെ ഫോട്ടോ എന്ത് കാര്യത്തിനാ ഒട്ടിക്കുന്നത്? വേണ്ടടി നിന്റെ ഊർജ്ജസ്വലതയുള്ളവന്റെ ഫോട്ടോ. പിന്നെ വേറൊരു കാര്യം, അവന്റെ ഫ്ലെക്സ് എനിക്ക് ഉപകാരപ്പെടും കേട്ടോ. സന്തോഷം. എങ്ങനെയാ? എന്റെ വീടിന്റെ കക്കൂസിന്റെ വാതിൽ ഇപ്പൊ അവന്റെ ഫ്ലെക്സാ. യവനിങ്ങനെ തൊഴുതോണ്ട് നിൽക്കും. സത്യം. ദിവസവും രാവിലെ ഞാൻ ഇങ്ങനെ വരും, ബക്കറ്റ് മുള്ളോട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കാണാൻ ഇവൻ തൊഴുതോണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥലം കൊടുക്കുമ്പോഴും അവനെ ഈ വീട് ഒരു മാന്റെ തൊലിപ്പുണ്ടല്ലോ അവന്റെ ഈ ചിരി. അപ്പൊ ഞാനത് കണ്ടിട്ട് കഥ തുറന്ന് അകത്ത് കയറും. പിന്നൊരു കാര്യം, യവന്റെ മുഖം കണ്ടുകൊണ്ട് കേടുന്നുകൊണ്ടാണോ എന്തോ എനിക്കതില്ല, പ്രഭാത കൃത്യം മനം അറിയാതെ സുഖകരം. തിരിച്ചിറങ്ങി വരുമ്പോഴും ഞാൻ അടയ്ക്കുമ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആണോന്നായിരിക്കും. ഓക്കെ ഇറങ്ങി ഞാനിനി പോകും. ക്രിസ്മസിന് അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കയറുകയാണ്. ഞാനെന്തോ പിള്ളേർ കിടന്ന് കരയുന്നു, എവിടെ അതിനപ്പുറം കിടന്ന് കരയും. ഞാൻ ആപത്ത് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ദൈവമേ എനിക്ക് വയ്യ, എന്തോ പറ്റിയെന്ന് ഞാൻ മനം ഉരുകി ഞാൻ ചെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഡി എന്തോ വിഷയം എന്തോ ഇടി, എന്താ നീ കരയുന്ന കാര്യം പറയടി, കാലത്തിൽ എന്തോ ഒന്ന് പറ. അപ്പൊ അവള് പറയാണ്, ഭയങ്കര കരച്ചില്. ഇവള് പറയാന്ന്. ഞാൻ എന്താ കാര്യം ചോദിച്ചാൽ ഇവള് പറയാ, ക്രിസ്മസിന്റെ എപ്പിസോഡില് നോബിച്ചേട്ടന് സാസുങ്ങടെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തിരുന്നു. അത് അവർക്ക് സഹിക്കുന്നില്ല. ഒരു മെഴുതിരി ആ മെഴുതിരി കത്തുന്ന പോലെ ഉരുവ ഓരോ നിമിഷവും. ഞാൻ ചേച്ചി അങ്ങനെ ചേച്ചി മോശം അങ്ങനെയൊന്നും പാടാനില്ല. സത്യമായിട്ട് കാര്യവും ചിരിയും കളിയും നിങ്ങളുടെ തമാശയൊക്കെ നല്ലതാ. പക്ഷെ ശ്വാസിക ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ നോബിച്ചേട്ടനോട് അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശ്വാസിക ഇങ്ങനെ നോബിച്ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ? ചിന്നു ഇടയ്ക്കിടയ്ക്ക് നോബിച്ചേട്ടാന്ന് ചിന്നുവും കൈ പിടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടം. മാനസിക രോഗം അല്ലോടെ ഈ പിശാചിനെ കൊണ്ട് ഞാൻ നടക്കുന്നത് എന്നെ സമ്മതിക്കണോ വേണ്ടത്? അപ്പൊ ഞാനിവിടെ സംസാരിപ്പത്തെ എപ്പോ മനസ്സിലായല്ലോ ഇയാള് മനസ്സിലായി. അയ്യോ എന്റെ ദൈവമേ, പഠിക്കല ആ ലതയുടെ കണക്ക് തന്നെ. കണ്ട, ഇതാണ് ലത. ഇത് തന്നെയാണ്
ഇതാണ് ലത. ഞാൻ ആരാധിക്കാൻ ശ്രമിക്കുന്ന സമ്മതിക്കാത്ത ലത. ഒരു മിനിറ്റ് കുറെ നേരം ഇവിടെ കിടന്ന് തമാശ കളിച്ചോണ്ടിരിക്കണ എന്താണ് ഇത് തമാശ. ആ എന്റെ അല്ല ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലോറിൽ കിടന്നല്ല നടത്തേണ്ടത്. നമ്മൾ കുറെ നേരം ഇത് കേട്ടോണ്ടിരിക്കണ. നീ പോടി, പെണ്ണുങ്ങളോട് ഞാൻ സംസാരിക്കല്ല. പെണ്ണുങ്ങളോടാ പോടി, അവിടെ പോയിരുന്നു. നീ പെണ്ണുങ്ങളോട് ഞാൻ സംസാരിക്കും. ഇവിടെ ആണുങ്ങളാരും ചേട്ടാ ചുമ്മാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ചേട്ടാ. ഈ ഇവിടെ ഇത്ര നല്ലൊരു പരിപാടി നടക്കുമ്പോൾ ചേട്ടൻ ചുമ്മാ ബഹളം ഉണ്ടാക്കരുത് ചേട്ടാ. ഇറങ്ങി പോ ചേട്ടാ പ്ലീസ്. അളിയൻ പറഞ്ഞ കറക്റ്റ്. അളിയൻ പറഞ്ഞാണ് കറക്റ്റ്. അളിയനെ ഉള്ളു ഇവിടെ വോയിസ് പറയാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അളിയനെ ഉള്ളു ഇവിടെ വോയിസ്. കാരണം കാശി മേടിക്കുന്നതിൽ ജോലി ചെയ്യുന്ന അളിയൻ മാത്രമേ ഉള്ളൂ. സത്യമാണ്. അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് അളിയൻ ജോലി ചെയ്യുന്നത്. അളിയ ഇവിടെ ഷൂട്ടില്ലാത്തപ്പം അളിയൻ എൻ്റെ കൂടെ വരണം. എന്താണെന്നറിയാം? തട്ടിന്റെ പണിക്ക് പോവാം. ഒരൊറ്റ കമ്പ് ഒറ്റ പലകയും മതി. അളിയൻ ചാടി നടന്ന് കമ്പിയും കെട്ടി വാർത്ത് അടിപൊളിയാക്കിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാർത്തന് ശേഷം ഇറങ്ങുമ്പം കുതിര പൊക്കി പുറന്നൂരെ ഇതെല്ലാം ഇളക്കി കളഞ്ഞില്ലെങ്കിൽ അത് മാത്രം ഒന്ന് കീപ്പ് ചെയ്താൽ മതി. അളിയ പോടുക. പിന്നെ അളിയന് മുന്നിൽ ഷർട്ടുവാ ചെയ്യുന്നത് കേട്ടോ. നീ വന്ന് ഇത് മേടിച്ചിട്ടു. നീ ഇട്ടേക്കുന്ന അളിയനെ കൊടുക്കും. ഈ പുള്ളിയെ കേട്ടോ അളിയ കേട്ടോടി പറഞ്ഞത്. ഈ പുള്ളി പരിപാടി കുറ്റം പറയുകയും ചെയ്യും, നമ്മളെ പരിപാടി കാണുകയും ചെയ്യും. അതെ, ഈ പരിപാടി ഞാൻ കാണത്തില്ല. ചേട്ടാ നോബിച്ചേട്ടൻ പറഞ്ഞോളെ, ചേട്ടൻ ആക്ച്വലി ഈ പരിപാടി സ്ഥിരമായിട്ട് കാണാം. ഞാൻ ഈ പരിപാടി പന്ന പരിപാടി ഞാൻ കാണത്തേ ഇല്ല. പന്ന പരിപാടി ഒന്നും പറയണ്ട. അതെ ഞാൻ ചോദിക്കട്ടെ, എടി പെണ്ണുപിള്ള, നീ അവിടെ എടി പെണ്ണ. ഞാൻ ഈ പരിപാടി ഞാൻ കാണാറില്ല. ശരി പോട്ടെ. ഒരു മിനിറ്റ് ശത്രു, ഒരു മിനിറ്റ്. കാണണ്ട പന്ന പരിപാടി ഒന്നും പറയണ്ട. ആരെ നോക്കണേ ചേട്ടാ? ആരെ നോക്കണേ? വന്നില്ല. ആരാ? ആരാ? വൈക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ വൈകി കാണാറുണ്ടല്ലേ? വൈകിയുടെ എപ്പിസോഡ് കാണാറുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഒല്ല തിരുവിട കേസുകളെല്ലാം വിളിക്കും. നല്ലതിനെ ഒന്നും വിളിക്കരുത്, നല്ലതിനെ ഒന്നും വിളിക്കരുത് കേട്ടോ. വൈക വിളിക്കരുത് അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്നെ സംശയമുണ്ട്, എന്റെ വൈകയുടെ ആണോ നാം മേളിലിട്ടേക്കുന്നത്. അല്ല ചേട്ടാ, ശരി നോബിച്ചേട്ടനാണ് ശത്രു. അപ്പൊ നോബിച്ചേട്ടന്റെ എപ്പിസോഡ് കണ്ടില്ലെങ്കിലും വൈകിയുടെ എപ്പിസോഡ് കാണാറുണ്ടോ? അത് എത്ര വൈകിയാലും ഞാൻ വൈകി രണ്ടാമത്തേക്കെങ്കിലും ഇടുമല്ലോ, അതെങ്കിലും ഇരുന്ന് ഞാൻ കാണും. എനിക്ക് വൈകിയുടെ എപ്പിസോഡ് കാണാറുണ്ട്. ഈ ലത എങ്ങനെയുണ്ട്? ഈ ഇരിക്കണ ലത ആരാധിച്ചു പോകും. ഡിറ്റോ അല്ലതാ ഡിറ്റോ. പിന്നെ ഒരു വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ ലതയും ഈ ലതയായിട്ട്. അവൾ എന്തിനെ ചെരുപ്പിടത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതായാലും നമ്മളിപ്പോ ഇത്ര അടുപ്പായില്ലേ, ഈ താരങ്ങളെ ആരാധിക്കണേലേ എന്തിനാ ഇത്ര വലിയൊരു തെറ്റ് കണ്ടെത്തണേന്ന്? അല്ല, ഞാൻ ഇപ്പൊ ഇത്ര പറഞ്ഞെങ്കിലും ഇവിടെ തെറ്റ് പറഞ്ഞെങ്കിലും ഞാനിപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് എടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ഇത്ര ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അവനെ താങ്ങി സംസാരിക്കുന്നു, അവൻ ഞങ്ങളെ താങ്ങി സംസാരിക്കുന്നു. ദാ ഈ പെണ്ണും പിള്ള എന്നെ ഇടിക്കാൻ വരുന്നു, ആ അളിയനെ എന്നെ അടിക്കാൻ വരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഐക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പക്ഷെ ഞാനിത് നമ്മളൊക്കെ പുറത്തിരുന്നല്ലേ ഇവിടെ കാണുന്നത്. നമ്മളായിരിക്കും നിങ്ങളെപ്പോഴും അടിയും പിടിയൊക്കെ എന്ന് പറഞ്ഞല്ലേ നമ്മളിരിക്കുന്നത്. പക്ഷെ ഇത്രയും സ്നേഹമൊന്നും നമ്മളറിയുന്നില്ലല്ലോ. സോറി. അളിയനെ കണ്ട ആരായാലും ഒന്നും ആരാ. ഞാനിപ്പോ അടുത്ത് തൊട്ടപ്പോ എന്ത് സുഖം, മെത്തെ തിന്നുപോലില്ലേ, നല്ല സുഖം. പിന്നെ നിനക്ക് കേ കുറവാണെങ്കിൽ എന്റെ ഭാര്യ കൊണ്ട് കൂട്ടിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? അത് അളിയെ സ്വന്തമായിട്ട് കേ കൂട്ടാൻ നോക്കണം, മനസ്സിലായല്ലോ. പിന്നെ എന്നോട് ഹെൽപ്പ് വെച്ചാൽ ഞാൻ ശകലം കേ കൂട്ടി തരാം. അല്ല, അത് എനിക്ക് ആ തീരുമാനിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആ ഫാൻസ് ഇതിനകത്ത് എന്നെ കൂടെ ഉൾപ്പെടുത്താൻ. ഞാനല്ല, ഞാൻ നോബിയിലല്ല, ഒരു ഫാൻസ് രൂപീകരിക്കുകയാണ് ഞാൻ. ആരുടെ? ജസീല ആർക്കരുടെ ഫാൻസ് അസോസിയേഷൻ. അവർ രണ്ടിനും മതി എനിക്ക്. അവര് നല്ല അസോസിയേഷൻ. ഞാൻ ആ ഇതിലേ നിൽക്കുന്നുള്ളൂ. ഞാൻ അവരുടെ രണ്ടും പേര് ഇങ്ങനെ ഈ വൈകയും ജസീല്. അയ്യടാ, നാടല്ലേ മനുഷ്യ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പേരിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങാനായിട്ട്. അപ്പൊ നിനക്ക് അവന്റെ പേര് നിനക്ക് തുടങ്ങാൻ ഓടി. പിന്നെ ഞാൻ പെണ്ണുങ്ങൾ രീതി തരാം, പെണ്ണുങ്ങൾ രീതി തരാം, പെണ്ണുങ്ങൾ രീതി തരാം. ഞാൻ അവക്ക് തുടങ്ങാം. ഞാൻ തുടങ്ങുന്ന വൃണപ്പെട്ട ഇതാ സ്നേഹം, ഇതാ സ്നേഹം കണ്ടോ. അപ്പൊ മനസ്സിലായിക്കോ, എന്റെ പെണ്ണുമുള്ളിലേക്ക് അവനോട് ആരാധനയും എന്നോട് സ്നേഹവും. ഇല്ലേ നമ്മൾ
എല്ലാ കാര്യങ്ങളും എടാ ഇങ്ങനെ പാഴായിട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒരു അസോസിയേഷൻ തുടങ്ങണ. നമുക്ക് പോടി മോളെ, ഞങ്ങൾ പോട്ടെ. പരിപാടി കണ്ടിട്ട് പോയി. അല്ലല്ല സോറി, ഞാൻ സന്തോഷം ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് തീർത്താത്ത നന്നാണ്. അത് നിങ്ങളുടെയൊക്കെ നിങ്ങൾ കൂട്ടിക്കോ, ഞങ്ങളുടെയൊക്കെ നമുക്കൊന്ന് വീട്ടിൽ പോയി ഒന്ന് കൂട്ടാം. എന്നാലും എന്റെ പച്ചടുത്ത കക്കൂസിന് കഥ വിട്ടല്ല ഞങ്ങള്. ഇനി നിങ്ങളുടെ ചിരി സാധാരണ ചിരിയായിരിക്കില്ല, നിങ്ങളുടെ ചിരി അടിപൊളിയായിരിക്കും. കോമഡി സൂപ്പർ സ്റ്റാർ